അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ ഇന്ത്യക്ക് ആവശ്യമായ 100 ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ദീർഘകാല ആവശ്യകത നിറവേറ്റാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ നിർമ്മിക്കാൻ പോകുന്നു. ഫ്രഞ്ച് ഏവിയേഷൻ കമ്പനിയായ ദസാൾട്ട് ഏവിയേഷൻ SA ഇന്ത്യയുടെ മിറാഷ് 2000 റാഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള അറ്റകുറ്റപ്പണി ഓവറോൾ സൗകര്യത്തിനായി ജവാർ ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപം സ്ഥലം ഏറ്റെടുക്കുന്ന പ്രക്രിയയിലാണിപ്പോൾ. IAFന്റെ ആവശ്യം നിറവേറ്റുന്നതിനായി പ്രാദേശികമായി ലഭിക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് മേക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇത് 2025ഓടെ സജ്ജമാകും എന്നാണ് കരുതുന്നത്. IAFന്റെ റാഫേൽ വിമാനങ്ങളുടെ M88 എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് തയ്യാറാകുന്നത്. അതായത് മിറാഷ് 2000ന് പകരമുള്ള JE414 എഞ്ചിനുകളോടുകൂടിയ HALന്റെ തേജസ് MK2 അടുത്ത ദശകത്തിന്റെ മധ്യത്തിൽ തയ്യാറാകില്ല എന്നതിനാൽ റാഫേൽ യുദ്ധവിമാനം ഇന്ത്യയുടെ ആവശ്യകത നിറവേറ്റുക മാത്രമല്ല, അത് കയറ്റുമതി ചെയ്യാൻ ഇന്ത്യയെ അനുവദിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ക്രൊയേഷ്യ, ഗ്രീസ്, സെർബിയ, ഈജിപ്റ്റ്, ഖത്തർ, UAE, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നായി ഏകദേശം 300ഓളം യുദ്ധവിമാനങ്ങളുടെ ഓർഡറുകൾ ഇപ്പോൾ തന്നെ ദസായ്ക്കുണ്ട്. ഇന്ത്യക്കായി അധിക വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും യുദ്ധവിമാനങ്ങളുടെ വിതരണത്തിനായി കമ്പനി സൗദി അറേബ്യയുമായി ഒരു ചർച്ചയും നടത്തുന്നുണ്ട്. ഫ്രഞ്ച് വ്യോമസേനയും 42 റഫേലുകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. റഷ്യയെ പോലെ തന്നെ 1953 മുതൽ തുഫാനി യുദ്ധവിമാനം മുതൽ ഫ്രാൻസ് ഇന്ത്യക്ക് ധാരാളം യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾക്ക് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ഇന്ത്യൻ കമ്പനിയുമായി സംയുക്ത സംരംഭത്തിനും സഫ്രാൻ തയ്യാറാണ് എന്നും പറയുന്നു. അതിനാൽ ഇന്ത്യക്ക് അടിയന്തര സാധനങ്ങൾക്കായി മൂന്നാമതൊരു രാജ്യത്തെ നോക്കേണ്ടതില്ല. ചൈനയുടെ PLA ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി കരയിലും കടലിലും ആക്രമണത്തിന് തയ്യാറായി ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ സ്വന്തം 5ാം തലമുറ J-20 യുദ്ധവിമാനങ്ങൾ കൊണ്ട് സജ്ജീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊക്കെ കൊണ്ടുകൂടി തന്നെ ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയാണ്. അതായത് ചൈനീസ് വെല്ലുവിളി നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനാൽ നൂതന ബഹുമുഖ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നത് കൂടുതൽ കാലതാമസം വരുത്താൻ ഇന്ത്യക്ക് കഴിയില്ല. ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.